നമസ്കാരം സുഹൃത്തുക്കളെ, റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ വേൾഡ് കപ്പ് എപ്പിസോഡുകളുടെ അടുത്ത ഒരു അധ്യായത്തിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ അർജൻറ്റീനയുടെ മത്സരമാണ്. അപ്പോൾ നമ്മളോടൊപ്പം കളി വിലയിരുത്താൻ വേണ്ടിയിട്ട് പ്രിവ്യൂ ഒക്കെ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഫുട്ബോൾ നിരീക്ഷകൻ ഷിഹാബ് സർ എത്തിയിട്ടുണ്ട്. വെൽക്കം ഷിഹാബ് സർ. അപ്പോൾ ഇന്നത്തെ മത്സരം ലോക ചാമ്പ്യന്മാർ ഇറങ്ങുകയാണ്. ലാറ്റിൻ അമേരിക്കൻ ടീമുകളൊന്നും ഇതുവരെ ജയിച്ചിട്ടില്ല. ഈ വേൾഡ് കപ്പിൽ കളിച്ച എല്ലാ ലാറ്റിൻ അമേരിക്കൻ ടീമിനും ഒന്നുകിൽ സമനില അല്ലെങ്കിൽ തോൽവിയാണ് അവസ്ഥ. അർജൻറ്റീന ലാറ്റിൻ അമേരിക്കയുടെ മാനം കാക്കുമോ? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്പൺ വേൾഡ് കപ്പ് പോലെ തന്നെയാണ്. അതെ. പിന്നെ ചെറിയ ടീമുകളൊക്കെ എസ്പെഷ്യലി പ്രധാനമായിട്ട് കാണേണ്ട ഇപ്പോൾ 12 ഗ്രൂപ്പുകളുണ്ട്. അതുപോലെ 4 ഗ്രൂപ്പുകൾ ഒഴിച്ച് ബാക്കിയുള്ള 8 ഗ്രൂപ്പുകളിൽ നിന്നും ആദ്യം 3 സ്ഥാനക്കാർക്ക് വരെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ എന്താ പറയുക, പല ചെറിയ ടീമുകളും ഒരു സ്വീകരിക്കുന്ന ഒരു ടാക്ടിക് അല്ലെങ്കിൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ളി ഡിഫൻസ്. സ്പെയിനിൻ്റെ ഇടയ്ക്ക് നമ്മൾ കണ്ടു കളി, കേപ്പ് വെറുതെ കാണിക്കുന്നുണ്ടോ. അതേപോലെ തന്നെ ഓസ്ട്രേലിയ ജയിച്ചത് എങ്ങനെയാണ്. അപ്പോൾ ഫുള്ളി ഡിഫൻസിൽ നിന്നിട്ട് ആക്ച്വലി എന്താ പറയുക, ഇങ്ങനെയുള്ള ടീമുകൾക്ക് വിജയിച്ചില്ലെങ്കിലും ഒരു സമനില കൊണ്ട് ഒരു എന്താ പറയുക, അങ്ങനെയെങ്കിലും ഒരു കയറാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ പറയുക, അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് എന്താ പറയുക, നിലവിലുള്ള ചാമ്പ്യന്മാരാണ്. പിന്നെ ബഹുഭൂരിപക്ഷം കളിക്കാരും കഴിഞ്ഞ ലോകകപ്പിൽ നിന്ന് ഒരു 4 വയസ്സ് കൂടിയ ആളുകളാണ്. അപ്പോൾ അതിൽ കാണേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അർജൻറ്റീനൻ ടീമിൻ്റെ കളിക്കാരുടെ ശരാശരി പ്രായം എന്ന് പറഞ്ഞെങ്കിൽ 29 വയസ്സാണ്. 29 വയസ്സ്. അതായത് ഈ വർഷം കുഴപ്പമില്ലാതെ പോകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അടുത്ത ലോകകപ്പ് ഒരു ട്രാൻസിഷൻ ടൈം വരും. ആ ടൈമിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം നിലവിൽ ടീമിൽ 3 പേര് മാത്രമാണ് 25 വയസ്സിൽ താഴെയുള്ളത്. ബാർക്കോ, അതേപോലെ തന്നെ സിമിയോണി, ഇങ്ങനെയുള്ള 2-3 പേര് മാത്രമാണ് ആകെ 25 വയസ്സിൽ താഴെയുള്ളത്. കഴിഞ്ഞ ലോകകപ്പിൽ ഇതായിരുന്നില്ല. അപ്പോൾ ആ ഒരു ആക്ച്വലി എന്താ പറയുക, ഡിഫറൻസ് ഉണ്ട്. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏത് മത്സരം, ഏത് ചെറിയ ടീമാണെങ്കിലും ഓരോ മത്സരവും പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ്. അപ്പോൾ ഇന്ന് അതായത് ഞാൻ ചോദിച്ചത് എന്താ വെച്ചാൽ, ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ ഇപ്പം നമ്മുടെ പരാഗ്വേ തോറ്റു, ബ്രസീലിന് സമനില, അതുപോലെ ഉറുഗ്വായ്ക്ക് സമനില. ഇങ്ങനെ ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ ആരും വിജയിക്കാത്ത ഒരു സ്ഥിതിവിശേഷം ഇപ്പം ഉണ്ട്. അതിനൊരു മാറ്റം ഉണ്ടാവുമോ എന്നുള്ളതാണ്. അത് അങ്ങനെ ഒരു സംഭവം ഞാൻ വിശ്വസിക്കണില്ല. അപ്പം മെക്സിക്കോ വിജയിച്ചില്ല, 2 ഗോൾ വിജയിച്ചു. നമ്മൾ സെൻട്രൽ അമേരിക്ക ആയിട്ടാണ് കാണുക കളിക്കുന്നു. പക്ഷേ എനിക്ക് എന്താ പറയുക, അപ്പോൾ ഒരു നമ്മുടെ ഭൂഖണ്ഡാണ് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഒരു നാറ്റീവ് പ്ലേസ് ആണ് എന്നുള്ളത് കൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ് കിട്ടും എന്നുള്ള രീതിയിലൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതായത് എല്ലാവരും നല്ല ഹോംവർക്ക് ചെയ്തിട്ട് മറ്റുള്ള ടീമുകളെ കുറിച്ച് പഠിച്ചിട്ട് നല്ല രീതിയിലാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് എന്ത് സംഭവിക്കാം എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. 1974 ഇതിനു മുമ്പ് ആദ്യ റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ ഒറ്റക്കളിയും ജയിക്കാതിരുന്നിട്ടുള്ളതെന്നാണ് കണക്ക്. അപ്പോൾ അതിനുശേഷം ഇനിയിപ്പോൾ 2 ലാറ്റിൻ അമേരിക്കൻ ടീമുകളാണ് കളിക്കാൻ ബാക്കിയുള്ളത്, അർജൻറ്റീനയും കൊളംബിയയും. അർജൻറ്റീന ലാറ്റിൻ അമേരിക്കയുടെ മാനം കാക്കും എന്ന പ്രതീക്ഷയിലാണ് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ പ്രേമികളൊക്കെ ഉള്ളത്. പക്ഷേ ഇന്നലെ സ്കലോനി പറയുന്നുണ്ടായിരുന്നു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ, ഈ മൊറോക്കോ വേഴ്സസ് ബ്രസീൽ മത്സരം നമ്മൾ കണ്ടല്ലോ. അപ്പോൾ മൊറോക്കോയുടെ അതേപോലെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ളൊരു ടീമാണ് അൾജീരിയ എന്നാണ് അദ്ദേഹം കാണുന്നത്. പക്ഷേ റാങ്കിങ്ങിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. മൊറോക്കോ 7 ഇവർ അൾജീരിയ 28 ഫിഫ റാങ്കിങ്ങിൽ. പക്ഷേ കളിയൊക്കെ ഓൾമോസ്റ്റ് ഒരുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വേൾഡ് കപ്പിൽ എന്തും സംഭവിക്കാം. സ്പെയിനിനെ കേപ്പ് വെറുതെ സമനിലയിൽ പിടിച്ചൊക്കെ കണ്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് നല്ല കോൺഫിഡൻസ് ഉണ്ട്, പക്ഷേ എന്തും സംഭവിക്കാമെന്നാണ് സ്കലോനിയും പറയുന്നത്. അപ്പോൾ ഇന്നൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ വലിയ ടീമുകൾക്ക് ഇപ്പോൾ ചെറിയ ടീമുകളോട് ഒരു പണി തരും എന്നുള്ളൊരു പേടിയുണ്ട് ഇപ്രാവശ്യം. ഭയം. അത് ഇപ്രാവശ്യത്തെ ജർമ്മനിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ബോഡി ലാംഗ്വേജ് എനിക്ക് മനസ്സിലായി. അതായത് ക്യുറസാവോ ടീമായിട്ട് കളിച്ചത് അത് വളരെ ചെറിയ നിലവിൽ ലോകകപ്പ് കളിക്കുന്നതിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ഒരു രാജ്യമാണ്. അപ്പോൾ രാജ്യത്തിനോടുള്ള ജർമ്മനിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് വളരെ പോസിറ്റീവായിരുന്നു. ബോഡി ലാംഗ്വേജ് വളരെ മനോഹരമായിട്ടുള്ള ആക്രമണ ഫുട്ബോൾ, ഫുള്ളി ആക്ച്വലി എന്താ പറയുക, നമ്മൾ ഫുള്ളി ഡോമിനൻസ്, ആ രീതിയിൽ ചാമ്പ്യന്മാരുടെ കളിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരൊരു കില്ലിങ് ഇൻസ്റ്റിങ്ക്റ്റ്, ഒരു ഗോൾ അടിച്ചിട്ട് അവിടെ നിൽക്കുന്നില്ല, ഇനി അടിക്കണ, കളി കഴിയുന്നത് വരെ നിർത്തണം എന്നുള്ള ഒരു രീതിയിലാണ്.
ഈ കഴിഞ്ഞ 2 ലോകകപ്പുകൾ ജർമ്മനിക്ക് പറ്റിയ ഒരു സംഭവം എന്ന് പറയുന്നത് ബോഡി ഒരു വിഷയം ഉണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ടീമുകളാണ്. അപ്പോൾ ഒരുപക്ഷേ എന്ന് വെച്ചെങ്കിൽ എന്താ പറയുക, ഒരു വളരെ കാഷ്വൽ ആയിട്ടുള്ള ചില അപ്രോച്ചെങ്കിലും തുടക്കത്തിലെങ്കിലും കാണിച്ചു. ഡിഫൻസിൽ ആക്ച്വലി എന്ന് പറയുക ഇങ്ങനെയുള്ള ലാപ്സുകൾ, ഇങ്ങനത്തെ രീതിയിലുള്ളൊക്കെ ഇതിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഗോൾ അടിക്കുന്നത്. പക്ഷേ ജർമ്മനിയെ സംബന്ധിച്ചുള്ള ഒരു ഗോൾ പോലും വഴങ്ങരുത് എന്നുള്ള ഒരു ദൃഢനിശ്ചയം പോലും ഉണ്ടായിരുന്നു. ആ ഗോൾ അടിച്ചതിന് ശേഷം പിന്നെ ജർമ്മനി കയറി മേയാണ് ചെയ്തിട്ടുണ്ട്. അതാണ് അവരൊരു ഗോൾ തിരിച്ചടിച്ചു. അത് ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടായി, എനിക്ക് തടയാൻ പറ്റുമായിരുന്നു. അത് ഡിഫ്ലക്ഷൻ ഉണ്ടായതുകൊണ്ട് വന്ന പ്രശ്നമാണെന്നൊക്കെ മാനുവൽ ന്യൂയർ പിന്നെ കളിക്ക് ശേഷം പറയുന്നുണ്ട്. എന്നാലും നമ്മൾ അർജന്റീനയുടെ ഒരു നിര നോക്കുമ്പോൾ, ഇപ്പോൾ സ്കലോനി ഇന്നിപ്പം ഹൂലിയൻ ആൽവാരസ് ആണോ ലൗട്രേ ആണോ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ അവിടെ നിൽക്കുന്നുണ്ട്, ഉറപ്പില്ല. അതേസമയം അതായത് ഇപ്പം ഹൂലിയൻ്റെ ആംഗിളിൻ്റെ പരിക്ക് മാറി ഓക്കെ ആണെന്ന് കോച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഓക്കെ ആയി എന്ന് വിചാരിച്ച് നേരിട്ടങ്ങ് സ്റ്റാർട്ട് ചെയ്യിക്കാനുള്ള സാധ്യത കുറവാണ്. ലൗട്രോ സ്റ്റാർട്ട് ചെയ്തേക്കും. അങ്ങനെയാണെങ്കിൽ അവരുടെ ഒരു 11 എന്ന് പറഞ്ഞാൽ ഗോൾ കീപ്പറായിട്ട് എമിലിയാനോ മാർട്ടിനസ്, ആൾ കുറച്ച് ദിവസങ്ങളായിട്ട് പരിക്കിൻ്റെ പിടിയിലായിരുന്നു. ആ വിരൽ പൊട്ടിയതിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ സെറ്റാണ്, കളിക്കുമെന്ന് ഇന്നലെ കൺഫേം ചെയ്തിട്ടുണ്ട് കോച്ച്. അപ്പോൾ ഡിഫൻസിൽ ഇപ്പോൾ നമ്മൾ നിക്കോളാസ് ഓട്ടോമെൻറ്റിയും ക്യൂട്ടി റൊമേറോ, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് പകരം ലിസാൻഡ്രോ മാർട്ടിനസ് വരാം. ഇങ്ങനെ 2 സാധ്യതകൾ പറയുന്നു. ടാഗ്ലിയാഫിക്കോ ഇല്ല, അപ്പോൾ അതുകൊണ്ട് അവിടെ മെദീന വന്നേക്കെന്ന് പറയുന്നു. മോളിന മറുഭാഗത്ത് വലതു പാർശ്വത്തിലുണ്ടാവും. ഡിഫൻസ് ഓൾമോസ്റ്റ് പഴയ ഡിഫൻസ് തന്നെയാണ്. ഡിഫൻസിലാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നിലവിലുള്ള ഒരു കൺഫ്യൂഷൻ, പരിക്കിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വിഷയമുള്ളത്. ഡിഫൻസ് പഴയ ഡിഫൻസ് തന്നെയാണ് ഓൾമോസ്റ്റ്. ഇപ്പൊ പുതിയ കുട്ടികളോടൊക്കെ പിടിച്ചു വെക്കുക ഈ പഴയ ഓട്ടോമാറ്റിന്റെ പ്രായം എന്നൊക്കെ പറഞ്ഞാൽ 19 വയസ്സാണ്. അതെ ഏജ് ശരാശരി. പക്ഷെ ഒരു അഡ്വാൻറ്റേജ് ഒന്ന് പരിചയസമ്പത്താണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ നിന്നുള്ള ഒട്ടമൻഡി 38 വയസ്സ് പ്രായമുണ്ട്. പക്ഷേ ബാക്കിയുള്ളവർ 32, 33, 28 റേഞ്ചിലൊക്കെ വരുന്ന പ്രായമുള്ളവരുണ്ട്. അപ്പോൾ ഒരു പരിചയസമ്പത്ത് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷമായിരിക്കും ആക്ച്വലി അർജന്റീന ഈ ട്രാൻസിഷൻ പീരീഡിലാണ് നേരിടുന്നത്. സ്കലനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു സംഭവം ഒരു വളരെ ആ യൂത്ത്ഫുൾനെസ്, കഴിഞ്ഞ പ്രാവശ്യത്തിൽ യൂത്ത്ഫുൾനെസ് ഇല്ല. പക്ഷെ ഭൂരിപക്ഷം ഇപ്പോൾ നമ്മൾ ആൽവേസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഹൂലി ആൽവേസ് 26 വയസ്സ്, അതേപോലെ തന്നെ നമ്മൾ എൻസോ ഫെർണാണ്ടസ് 25 വയസ്സ്, ഇങ്ങനെയൊക്കെയുള്ള പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ ബാക്കിയുള്ളവർ 28 ആ റേഞ്ചിലുള്ള 29 പ്രായമൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അടുത്ത വർഷത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷെ ഇപ്രാവശ്യം ഡിഫൻസിൽ അങ്ങനെ ഒരു ഇഷ്യൂ കാണുന്നില്ല. ഡിഫൻസിൽ ഇപ്രാവശ്യം വലിയ പ്രശ്നം വരില്ല. കാരണം വെച്ചെങ്കിൽ പരിചയസമ്പത്ത് കൊണ്ട്. പക്ഷേ നോക്കി കാണേണ്ടതാണ് നമ്മൾ എങ്ങനെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ടീമുകൾ നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് ടീമുകൾ, കാരണം വെച്ചെങ്കിൽ ആറ്റിറ്റ്യൂഡ് മിക്കവാറും ടീമുകളൊക്കെ, ചെറു ടീമുകളൊക്കെ ഭൂരിപക്ഷം അവർ പ്രിപ്പയർഡാണ്. എനിക്ക് തോന്നുന്നു ഡിഫൻസാണ്, കൗണ്ടറിലൂടെയുള്ള കൗണ്ടർ അറ്റാക്കാണ് അവർ എന്ത് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ കിട്ടുന്ന ആ ഒരു സ്പേസിൽ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് ഗോളടിക്കുക എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് ബാക്കിൽ ടാഗ്ലിയാഫിക്കോ ഇല്ല എന്നുള്ളതൊരു പ്രശ്നമാവില്ല. കാരണം ഒന്നുകിൽ ലിസാൻഡ്രോ മാർട്ടിനസിനെ ലെഫ്റ്റ് വിങ്ങർ ആക്കിയേക്കെന്ന് പറയുന്നു. TYCയുടെ ഒരു അനാലിസിസ് അങ്ങനെ വരുന്നുണ്ട്. അല്ലെങ്കിൽ മെദീന ആയിരിക്കും എന്ന് പറയുന്നത്. മെദീന ആണെങ്കിലും സെൻറ്റർ ബാക്ക് ആയിട്ടും വിങ് ബാക്ക് ആയിട്ടും റൈറ്റ് ഫൂട്ടഡ് ആണ് അല്ലേ, സെൻട്രൽ ബാക്ക് ആണ് ഒറിജിനൽ. പക്ഷെ രണ്ടും കളിക്കും. ലിസാൻഡ്രോ മാർട്ടിനസും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു ടാഗ്ലിയാഫിക്കോന്റെ ഒരു നഷ്ടം തന്നെയല്ലേ. ടാഗ്ലിയാഫിക്കോ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നാലും ഒരു വിഷയം തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ മെദീന കഴിഞ്ഞ വേൾഡ് കപ്പിൽ മുഴുവൻ സമയം അല്ലെങ്കിലും കളിച്ചുള്ള, അതിന് ശേഷം തുടർന്നുള്ള ഇതുവരെയുള്ള എന്താ പറയുക, മുമ്പുള്ള ലോകകപ്പ് മുമ്പുള്ള കുറച്ച് മത്സരങ്ങളിൽ കളിച്ചിട്ടുള്ള അനുഭവ സംഭവത്തൊക്കെ ഒരു പക്ഷേ മൂപ്പർക്ക് മുതൽക്കൂട്ടാവും, എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. അപ്പം എന്തായാലും ഡിഫൻസിൽ ഒരു ടാഗ്ലിയാഫിക്കോ ആണ് ഒരു മിസ്സിങ് ഉണ്ടാകാൻ പോകുന്നത്. പക്ഷേ ആള് ഇപ്പം ഫിറ്റായിട്ടുണ്ടെന്നാണ് ഇന്നലെ കോച്ച് പറഞ്ഞത്. ഈ കളിക്ക് ഉണ്ടാവില്ല, തിങ്കളാഴ്ച മുതൽ ആൾ ട്രെയിനിങ് പൂർണ്ണമായിട്ടും ഉണ്ടാവും എന്നുള്ളതും കൂടി കോച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത കളിക്ക് എന്തായാലും ടാഗ്ലിയാഫിക്കോ ഉണ്ടാവും. ഇപ്പം മിഡ്ഫീൽഡ് നമ്മൾ കാണുന്നത് ഈ 3 പേര് തന്നെ, അലക്സിസ് മാക്കലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും റോഡ്രിഗോ ഡിപോളും. അത് ഇപ്പോൾ സെറ്റാണ്, കളി പിടിക്കും. അതെ, അതൊരു കോപ്പിയിങ് ആണ് ആക്ച്വലി. 2022 നിന്നുള്ള ആ ഒരു സെയിം ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു സ്കെച്ച് രൂപത്തിലാണ് ഉള്ളത് നിലവിലുള്ളത്. പിന്നെ എനിക്ക് ഒരു കഴിഞ്ഞ പ്രാവശ്യം
പിന്നെ അറ്റാക്കിലാണ് മിഡ്ഫീൽഡിന്റെ കേസിൽ എനിക്ക് തോന്നുന്നു ആ ഒരു മൂന്നാള് ഇവർ തന്നെയാണ് തീർച്ചയായിട്ടും ഇറങ്ങാനുള്ള സാധ്യത. പിന്നെ ഉള്ളത് നമ്മൾ അറ്റാക്കിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിലാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലോത്തറ മാർട്ടിനസ് ആണ് തുടങ്ങിയത് പരിക്കുണ്ടായി, പിന്നെ അതിൽ നിന്ന് ആൽവരസ് വന്നു, സ്ഥിരാങ്കായി എന്നുള്ളതാണ്. പക്ഷെ ഇപ്രാവശ്യം ലോത്തറ മാർട്ടിനസ് നല്ല ഫോമിലാണ്, അതാണ് മറ്റേ സിരിയയിൽ ടോപ്പ് സ്കോററാണ്. അതെ അതെ. പക്ഷെ ഹുലിയനോ ലൗട്രോ എന്നുള്ളത് ഇന്നിപ്പോൾ അറിയാം. പക്ഷേ അൽമൈഡ ഏത് ഫോർമേഷൻ ആയിരിക്കും എന്നുള്ളതാണ്. അതായത് മധ്യനിരയിലേക്ക് ഇങ്ങ് ഇറങ്ങിയിട്ടായിരിക്കും 4-4-2 ആവോ 4-3-3 ആവോ എന്നുള്ള കാര്യത്തിൽ കോച്ച് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ട്രെയിനിങ്ങിൽ നടത്തുന്നു എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ മെസ്സി ഉൾപ്പെടുത്തി എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് 4-4-2 ആവാനാണ് സാധ്യത. അപ്പോൾ മെസ്സിയും ലൗട്രോയും കൂടി അൽമഡയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള അപ്പോൾ അൽമൈഡ മുന്നോട്ട് കയറിയിട്ട് അപ്പോൾ 4-3-3 പോകും അല്ലേ? അങ്ങനെയാണെങ്കിൽ മെസ്സി വലതുപാർശ്വത്തിൽ ഉണ്ടാവുന്നു. അദ്ദേഹത്തിൻ്റെ മാജിക്കൽ പാസുകളും മറ്റുമൊക്കെ ലൗട്രോക്കോ ഹുലിയൻ ആൽവരസിനോ ആരാണ് സ്റ്റാർട്ടിങ് സ്ട്രൈക്കറായിട്ട് വരുന്നത് അവരിലേക്ക് എത്താം. ഇതാണ് ഒരു പ്ലാൻ എന്ന് പറയുന്നു. ആ സമയം ഒരു പ്ലാൻ ബി കൂടി ഇപ്പോൾ ഇന്നലത്തെ ട്രെയിനിങ് സെഷനിലടക്കം കോച്ച് പരീക്ഷിച്ചിട്ടുണ്ട്. അത് എന്ന് പറഞ്ഞാൽ 3 ഡിഫൻഡർമാർ, 5 മിഡ്ഫീൽഡേഴ്സ്, അപ്പോൾ 2 സ്ട്രൈക്കർമാർ. അപ്പോൾ ഇതിൽ ഇപ്പം ലിസാൻഡ്രോ മാർട്ടിനസ്, ക്യൂട്ടി റൊമേറോ, അതുപോലെ നിക്കോളാസ് ഓട്ടമെൻഡി 3 ആളും ഡിഫെൻഡ് ചെയ്യുന്നു. പിന്നെ 2 പാർശ്വങ്ങളിൽ നിക്കോ ഗോൺസാലസും ഹൂലിയാനോ സിമയോണിയും മധ്യനിരയിൽ, അതായത് ശരിക്കും അവർ മുന്നേറ്റനിരയും കളിക്കും. വേണമെങ്കിൽ താഴേക്ക് ഇങ്ങോട്ട് ഇറങ്ങുകയും ചെയ്യാം. അതായത് ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ താഴേക്ക് കൂടി വരിക. അപ്പോൾ അത് 5 ഡിഫൻഡർമാർ, ഇവർ രണ്ടാളും വിങ്ങിലൂടെ 2 സൈഡിൽ ഇങ്ങനെ ഈ സെൻറ്റർ ബാക്കുമാരുടെ കൂടെയൊക്കെ വരുമ്പോൾ അവിടെ 5 ഡിഫൻഡർ ആവും. ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത്, അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് 5 മിഡ്ഫീൽഡ് എന്ന രൂപത്തിൽ അങ്ങോട്ട് മാറുകയും ചെയ്യും. റോഡ്രിഗോ ഡി പോളും ഉണ്ടാവും. പിന്നെ നമ്മുടെ മെക്കലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും അവിടെ മധ്യനിരയിലുണ്ടാവും. മുന്നേറ്റ നിരയിൽ മെസ്സിയും അതുപോലെ ലൗട്രോ മാർട്ടിനസും അല്ലെങ്കിൽ ഹുലിയൻ ആൽവരസ്. അപ്പോൾ അൽമൈഡ ഉണ്ടാവില്ല. ഈ ഫോർമേഷൻ ആണെങ്കിൽ അൽമൈഡ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടി കോച്ച് ട്രെയിനിങ്ങിൽ പരീക്ഷിച്ചിട്ടുണ്ട്. ഇന്നലെ കോച്ചിനോട് അത് ചോദിക്കുകയും ചെയ്തു, എന്താണ് ഇങ്ങനെ ഡിഫറെൻറ്റ് പരീക്ഷകളൊക്കെ നടത്തുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, ഞാൻ എല്ലായ്പ്പോഴും പരീക്ഷകളൊക്കെ നടത്തുന്നതാണ്, കളിയുടെ സ്വഭാവം അനുസരിച്ച് വേണമെങ്കിൽ ഫോർമേഷനൊക്കെ സ്വിച്ച് ചെയ്യാമെന്നും പറയുന്നു. അപ്പോൾ കുറച്ചുകൂടി കോഷ്യസ് ആയിട്ട് ഡിഫൻസ് ഒന്ന് ശക്താക്കാനുള്ള പരിപാടിയാണ് ഈ 3 സെൻട്രൽ ബാക്കുമാർ ഒരുമിച്ച് ഇറക്കാനുള്ള പരിപാടി. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, ഒരു ടീമിനെയും അണ്ടർറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ എന്താ പറയുക, ഡിഫൻസ് കൂടി ഒന്നുകൂടി സ്ട്രോങ് ആക്കുന്ന രീതിയിലുള്ള ഇതാണ്. അതേസമയം വെച്ചെങ്കിൽ ഗോൾ അടിക്കുകയും വേണം. അതെ അതെ അതെ. ആ രീതിയിൽ ഗോൾ അടിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിലുള്ള പരീക്ഷണങ്ങൾ എങ്ങനെയും വന്നേക്കാം, ഇതിൽ വന്നേക്കാം എന്നുള്ളതാണ്. അതെ അതെ. ഇതിപ്പോൾ ഈ ഒരു ഫോർമേഷൻ വരികയാണെങ്കിൽ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ടീമിന് പുറകുനിന്ന് ബിൽഡപ്പ് ചെയ്യേണ്ട ഒരു സമയം വരികയാണെങ്കിൽ ഈ 2 ആളുകൾ, അതായത് നിക്കോ ഗോൺസാലസും ഹൂലിയാനോ സിമിയോണിക്കും മുന്നോട്ട് കയറാനും പറ്റും. അവർക്കത് ബോക്സിലേക്ക് കടക്കാനുള്ള ഒരു നാക്കുള്ളവരുമാണ്. അത് വേണമെങ്കിൽ ഇപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ മാച്ചിനിടയിൽ സ്വിച്ച് ചെയ്തേക്കും എന്നാണ് അർജന്റീൻ ഫുട്ബോൾ എക്സ്പെർട്സ് പറയുന്നത്. ഇതുപോലെ ഈ ഫോർമേഷൻ വെച്ചിട്ടാണ് അന്ന് നമ്മുടെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഹോളണ്ടിനെതിരെ നെതർലൻഡ്സിനെതിരെ കളിച്ചു. നെതർലൻഡ്സും സെയിം ഫോർമേഷൻ ആയിരുന്നു. ആ കളി സാർ ഓർക്കുന്നുണ്ട്? അതിൽ ഇതേപോലെ ഒരു വല്ലാത്തൊരു പോരാട്ടമാണ് അന്ന് നടന്നത്. അന്ന് പരേഡസ് ആ ബോൾ അടിച്ചതും പിന്നെ സംഗതി ആ ബെഞ്ചിൻ്റെ അവിടെയൊക്കെ അടിച്ചതും ആകെ പ്രശ്നമായതൊക്കെ ഓർമ്മയുണ്ട്. പരേഡസ് ഇന്ന് കളിക്കാൻ ഉണ്ടാവില്ല എന്നാണ് കിട്ടുന്ന ആൾ ഫിറ്റാണ്, പക്ഷെ ഇന്ന് പ്ലേയിങ് ലെവലിൽ ഉണ്ടാവില്ല എന്നാണ് കിട്ടുന്ന വിവരങ്ങൾ. പരേഡസിന് മിഡ്ഫീൽഡിലുള്ള ഒരു പ്രാധാന്യം പോയോ? പരേഡസ് എനിക്ക് തോന്നുന്നു ഒരു ഫോർമേഷനിൽ കൂടുതൽ എന്താ പറയുക, പരേഡസ് ഇല്ലാതെ ഇപ്പോൾ നിലവിലെ കുറേ കളികൾ അർജന്റീന കളിച്ചിട്ടുണ്ട്. പരിക്കിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്താ പറയുക, പരീക്ഷ നിലവിലുണ്ടായിരുന്ന ടീമുകൾ, ഇതുവരെ ഉണ്ടായിരുന്ന ടീമുകളുണ്ടല്ലോ, അപ്പോൾ ഈ ടീമുകളിൽ തന്നെ വിവിധ രീതിയിലുള്ള ചില പരീക്ഷണങ്ങൾ, അതേപോലെ എന്താ പറയുക ഈ ഫോർമേഷനിൽ മാറ്റം വരുത്തിയിട്ടുള്ളത് കൂടുതലായിട്ട് എന്താ പറയുക ഇങ്ങനെ രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ട് ഒരു പക്ഷേ എന്താ പറയുക എങ്ങനെ വിജയിക്കുക എന്നുള്ള രീതിയിലേക്ക് കൂടുതൽ കൊണ്ടുപോയിട്ടുണ്ടാവാം അപ്പോൾ പഠിക്കാൻ തോന്നുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ നിലവിൽ ഇപ്പോൾ മെസ്സിയെ മാത്രം ആശ്രയിച്ച് ഒരിക്കലും പോകാൻ പറ്റില്ല. അപ്പോൾ കളിയിൽ സ്വാഭാവികമായിട്ടും രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ എന്തായാലും ഒരു അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു ട്രാൻസിഷൻ പീരീഡ് എന്തായാലും വരാൻ പോകുന്നുണ്ട്. മെസ്സി എന്ന് പറഞ്ഞ 39 ഈ വേൾഡ് കപ്പിൽ കളിക്കുന്ന പ്രതീക്ഷിക്കപ്പെട്ട. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക, ഇത് കഴിയുമ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത് സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ ഇത് അടുത്ത വേൾഡ് കപ്പിലേക്കുള്ള സമയത്താണ് ട്രാൻസിഷൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇതിലിപ്പോൾ മെസ്സിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാണ്, മെസ്സി തന്നെ പലപ്പോഴും ഈ വേൾഡ് കപ്പിന് മുമ്പ് മാധ്യമപ്രവർത്തകർ
അടുത്ത വേൾഡ് കപ്പ് കളിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഉത്തരം മെസ്സി പറയാറുണ്ടായിരുന്നില്ല. നോക്കാം, സമയമാവട്ടെ, ആ മാച്ചിൻ്റെ കളിയൊക്കെ എടുക്കുമ്പോൾ എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ എന്താണോ അതിനനുസരിച്ച് തീരുമാനിക്കാമെന്നാണ് ആൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നലെ യുവാൻ സെബാസ്റ്റ്യൻ വെറോൺ, സാറിന് അറിയാവുണ്ടാവും, നമ്മുടെ യുണൈറ്റഡിലൊക്കെ കളിച്ചിട്ടുള്ള യുവാൻ സെബാസ്റ്റ്യൻ വെറോൺ പറയുന്നുണ്ട് മെസ്സിയുടെ കാര്യത്തിൽ നമ്മൾ കെയർഫുൾ ആവണം. കാരണം 2 സാധ്യതകളുണ്ട്. ഒന്നുകിൽ ആൾ നല്ല ഫോമിൽ അങ്ങ് എക്സ്പ്ലോർഡായിട്ട് നന്നായിട്ട് കളിക്കാം, അല്ലെങ്കിൽ ഫിസിക്കൽ ഇഷ്യൂ വന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. കാരണം മെസ്സി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ആ മസിൽ ഇഞ്ചുറിയുമായിട്ട് ഇങ്ങനെ കളിക്കുകയാണ്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് ടൈമൊക്കെ മാനേജ് ചെയ്യേണ്ടത് അർജൻറ്റീന സ്റ്റാഫ് വളരെ കെയർഫുൾ ആയിരിക്കണം എന്ന് പറഞ്ഞു. മെസ്സിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ആശങ്ക ഉണ്ടോ? അപ്പോൾ കഴിഞ്ഞ ആദ്യത്തെ ഫ്രണ്ട്ലി മത്സരം കളിച്ചിട്ടില്ല, രണ്ടാമത്തെ ഫ്രണ്ട്ലി മത്സരത്തിൽ ഒരു 10-20 മിനിറ്റേ കളിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നു. തീർച്ചയായിട്ടും അതിനുള്ളൊരു ബി പ്ലാൻ തീർച്ചയായിട്ടും തയ്യാറാക്കണം. മെസ്സിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടാണ് ആക്ച്വലി എന്താ പറയുക, മെസ്സിയെ ആക്ച്വലി എന്താ പറയുക, നമ്മളെ ഒരു യുണീക്കാവേണ്ടി എന്തുകൊണ്ടാണെന്ന് വെച്ചെങ്കിൽ മൂപ്പയുടെ ഒരു കളി ശൈലിയാണ്, കളിയുടെ ശൈലിയാണ്. അപ്പോൾ അനായാസമായിട്ടുള്ള രീതിയിലാണ് മൂപ്പരുടെ ഒരു കളി ശൈലി എന്ന് പറയുന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ അത്രമാത്രം ഒരു ഫിസിക്കൽ എഫേർട്ട് എടുക്കുന്ന രീതിയിൽ നമുക്ക് തോന്നാറില്ല പൊതുവെ. അപ്പോൾ ക്രിസ്ത്യാനിൽ നിന്ന് വളരെ വിഭിന്നമായിട്ടുള്ള ഒരു കളി രീതിയാണ്, ഒന്നും കൂടി ഫിസിക്കലാണ് മറ്റേത്. പക്ഷെ ഇത് ഫിസിക്കലാണ്, പക്ഷെ നമ്മളത് തോന്നാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ എന്താ പറയുക, മെസ്സിയെ ഇല്ലാതെ ടീം കൂടുതൽ കളിക്കുമ്പോഴാണ് നമ്മൾക്ക് അതിന് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുക. പിന്നെന്താ പറയുക, മെസ്സി ഇല്ലാത്ത ടീമിനെ കുറിച്ച് എപ്പോഴോ ആലോചിക്കേണ്ടതാണ്. സത്യം പറഞ്ഞാൽ ഈ വേൾഡ് കപ്പിൽ നമ്മൾ ആരെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ നമ്മൾ ആക്ച്വലി എന്താ പറയുക, ലോകകപ്പ് നേടിയോട് കൂടിയിട്ട് ഇപ്പോൾ മെസ്സി വിരമിക്കുന്ന രീതിയിലായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ വേൾഡ് കപ്പിൽ കളിക്കാനുള്ള ഒരു പ്രധാന കാരണം ക്രിസ്ത്യാനോ അവിടെ അതുകൊണ്ടുകൂടിയായിരിക്കും. അപ്പോൾ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിക്ക് പറ്റിയ ഒന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ 39 വയസ്സായി, അടുത്ത 3-4 ദിവസം കൊണ്ട്. കാരണം എന്തുകൊണ്ട് വെച്ചെങ്കിൽ ഇപ്പോൾ മെസ്സി ഇതുവരെ കളിച്ചിരുന്നത് MLS-ലെ അവിടുത്തെ ഇന്റർ മിയാമി ഇങ്ങനെയുള്ള ഒന്നും കൂടി വളരെ അത്രമാത്രം ഫിസിക്കലി ഒന്നും ഡിമാൻഡിങ് അല്ല. അപ്പൊ അങ്ങനത്തെ ഉള്ള ലീഗിലെ കളിച്ചിരുന്നത്, യൂറോപ്യൻ ലീഗില് ആക്ച്വലി എന്താ പറയാ, നമ്മൾ കളിച്ചിട്ട് ആക്ച്വലും ഒരു 3 വർഷത്തോളം. പിന്നെ ഇങ്ങനെയുള്ള ഒക്കേഷണലി ഉള്ള കോമ്പറ്റീറ്റീവ് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ കളിച്ചെന്ന് വെച്ചെങ്കിൽ പിന്നെ കോപ്പ അമേരിക്കയിലാണ് പിന്നെ കളിച്ചിട്ടുള്ളത്. ഇതിന്റെ ഇടയിലുള്ള വേറെ ഫ്രണ്ട്ലി മാച്ചുകളല്ലാതെ വേറെ കൂടുതലായിട്ടുള്ള മത്സരങ്ങളും ആള് പരിക്ക് പറ്റി കുറെയൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ പരിക്ക് എന്ന് പറഞ്ഞ ഒരു ഘടകമാണ്. അപ്പോൾ ആക്ച്വലി എന്താ പറയുക, നമ്മളിപ്പോൾ എസ്പെഷ്യലി ഇങ്ങനെയുള്ള ഒരു ഹൈ പ്രൊഫൈല് മത്സരം, അതേപോലെ ഇങ്ങനെ കോമ്പറ്റീഷനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഒരാൾ ഫിറ്റാകാതെ ഒരിക്കലും എന്ന് പറയുന്നത് കളിക്കാൻ പറ്റില്ല എന്നുള്ള ഉറപ്പല്ലേ. അതാണ്. അപ്പോൾ മെസ്സി ആ പരിക്കിന് കുറച്ച് വർഷങ്ങളായിട്ട് നേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറോണിൻ്റെ ആ ആദി വളരെ കറക്റ്റാണ്. കാരണം നല്ല രൂപത്തിൽ മെസ്സിയെ ഹാൻഡിൽ ചെയ്യണം, അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് ടൈമൊക്കെ മാനേജ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ 1-2 കാര്യങ്ങൾ കൂടി നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടത്, മെസ്സി 6ാമത്തെ വേൾഡ് കപ്പിനാണ് വരുന്നത്. മെസ്സി 13 ഗോളുകൾ വേൾഡ് കപ്പിൽ അടിച്ചിട്ടുണ്ട്. നമ്മുടെ മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡ് തകർത്ത് മെസ്സിയുടെ സ്വന്തം പേരിലേക്ക് ആക്കുന്ന സാറ് പേഴ്സണലി വിശ്വസിക്കേണ്ട. കാരണം 4 ഗോൾ ഇനി വേണം അത് തിരുത്തി കുറിക്കണമെങ്കിൽ. ഡിപ്പെൻസ്. കാരണം ഗ്രൂപ്പ് മത്സരങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഗോൾ അടിക്കാൻ സാധ്യത കൂടുതൽ. നോക്കൗട്ട് സ്റ്റേജിൽ കടക്കുന്നിടത്തോളം ടൈറ്റ് ആകും. ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഗോൾ അടിക്കുക എന്ന് പറഞ്ഞെങ്കിൽ അത്ര എളുപ്പമൊന്നുമല്ല എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചെങ്കിൽ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ചെറിയ ടീമുകളൊക്കെ, എതിരായിട്ട് വരുന്ന ടീമുകളൊക്കെ ഡിഫൻസിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ 2014 അല്ലെങ്കിൽ എന്താ പറയുക 18-ലൊക്കെ പല അവസാനം വളരെ നിർണായകമായിട്ട് ഈ എതിർ ടീമുകൾ ഇങ്ങനെയുള്ള ഡിഫൻസ് കൊണ്ട് ഓസ്ട്രേലിയൻ്റെ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ കണ്ടതാണ്. അപ്പോൾ ബുദ്ധിമുട്ടി. പക്ഷേ ആ ഒരു യുണീക്കായിട്ടുള്ള മെസ്സി എന്ന് പറയുന്ന ആക്ച്വലി ആ ഒരു ജീനിയസിൻ്റെ ചിലപ്പോൾ എന്താ പറയുക ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ടൊക്കെയാണ് ചിലപ്പോൾ ഗോളുകളൊക്കെ വരുന്നത്. ചിലപ്പോൾ അത് ഫ്രീ കിക്കിലൂടെ ആവാം, ചിലപ്പോൾ എന്തെങ്കിലും ചില ഒരു നീക്കങ്ങളിലൂടെ ആവാം, ഒരു അങ്ങനത്തെ രീതിയിലൊക്കെ ആവാം. ഇനിയിപ്പോൾ ഗോൾ അടിച്ചില്ലെങ്കിലും അങ്ങനത്തെ രീതിയിലൊക്കെ അസിസ്റ്റുകൾ കൊടുക്കാനൊക്കെ പറ്റും എന്നുള്ളതാണ്. കാരണം അത് അത്രമാത്രം ഫിസിക്കലി ഡിമാൻഡിങ് അല്ല എന്നുള്ളത് കൊണ്ട്. അപ്പം മെസ്സി അത് ആ റെക്കോർഡ് മറികടക്കാൻ താൻ സ്വാഗതം ചെയ്യുന്നതാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് പറഞ്ഞത്. ക്ലോസ് പറയുന്നുണ്ട്, ഞാനൊരു കട്ട മെസ്സി ഫാനാണ്, അപ്പോൾ എൻ്റെ റെക്കോർഡ് തകർക്കാൻ ഏറ്റവും നല്ലത് മെസ്സി തന്നെയാണെന്ന് പറയുന്നുണ്ട്. അത് സംഭവിക്കാനുള്ള കണ്ടിട്ടുണ്ട്. കാരണം ഈ 4 ഗോളുകൾ വേൾഡ് കപ്പിൽ അടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ള കാര്യം നോക്കുക. അപ്പോൾ മെസ്സി തകർക്കും എന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ. ഇപ്പോൾ 6ാമത്തെ വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ ഒച്ചോ 6ാമത്തെ വേൾഡ് കപ്പ്, പക്ഷേ അദ്ദേഹം കഴിഞ്ഞ കളി കളിച്ചിട്ടില്ല. ക്രിസ്ത്യാനോ ഇനി വരാൻ ഇരിക്കുന്നേ ഉള്ളൂ. മെസ്സിയുടെ ടീമിൻ്റെ കളിക്ക് ശേഷമാണ് ക്രിസ്ത്യാനോയുടെ കളി.
ഇപ്പോൾ മെസ്സി ഇന്നെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രിയാണ് കളി, നമുക്ക് ഇന്ത്യൻ സമയം നാളെ രാവിലെ എന്നുള്ളൂ. ഇന്ന് കളിക്കാൻ ഇറങ്ങിയാൽ അത് പുതിയ റെക്കോർഡാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരാൾ 6 വേൾഡ് കപ്പ് കളിക്കുന്നുള്ളൂ. മറുഭാഗത്തുള്ള അൾജീരിയയെക്കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങളെങ്കിലും പറയണം. ഗോൾ കീപ്പർ സിദാൻ്റെ മകൻ ലൂക്കാസ് സിദാനാണ്. എന്തെങ്കിലും ഒരു 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 ഇൻട്രസ്റ്റിംഗ് തോന്നുന്നുണ്ട് ആ ഒരു വാർത്തയിൽ? സിദാൻ്റെ മകൻ ഗോൾ കീപ്പറായി എന്നുള്ളതാണ്. സിദാൻ ഇപ്പോൾ നമ്മൾ ആക്ച്വലി എന്താ പറയുക, നമ്മളൊക്കെ ഒരു 20s നമ്മൾ 20കളിലൊക്കെ ആക്ച്വലി എന്താ പറയുക, സിദാൻ എന്ന് പറയുന്നത് ആവേശമാണ്, ആവേശം, ഇൻസ്പിറേഷനൊക്കെ. മറ്റേ ചാമ്പ്യൻസ് ലീഗിലെ ആ ഒരു വോളി 2006 പെർഫോമൻസ് ഓക്കെ. 98 ഗോളുകൾ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫ്രാൻസ് ചാമ്പ്യന്മാരായും ചെയ്യുന്നു. പക്ഷേ പെർഫോമൻസ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് വഴി 2006 ശരിക്കും ബ്രസീലിനായിട്ടുള്ള കളിയൊക്കെ ഒറ്റയ്ക്ക് ആ രീതിയിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട ഒരു പിന്നെന്താ പറയാ, ആ ഒരു ബ്ലഡ് ഉണ്ടാവും തീർച്ചയായിട്ടും, ജനറ്റിക് ആയാലും സംഭവം. പക്ഷെ ഗോൾ കീപ്പിങ്ങിലേക്കാണ് വന്നുള്ള വ്യത്യാസം. റയൽ മാഡ്രിഡിൽ ഉണ്ടായിരുന്ന ആളാണ്, സുഹൃത്തുക്കൾക്ക് അറിയുണ്ടാവും. ഫ്രാൻസിന് കളിക്കാൻ നിൽക്കാതെ, കാരണം ഫ്രാൻസിൽ ഇപ്പോൾ ഒരു ഗോൾ കീപ്പിംഗ് സ്പോട്ടൊന്നും ഓപ്പൺ അപ്പ് ആവാനുള്ള സാധ്യതയില്ല. അൾജീരിയന്റെ ക്യാപ്റ്റൻ ഉണ്ട് റിയാദ് സെഹരി, ഇതേപോലെ തന്നെ വളരെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആഫ്രിക്കൻ പ്ലേയേഴ്സ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇദ്ദേഹം ഗോൾ കീപ്പറായിട്ട് ലൂക്കാസ് സിദാനാന്നുള്ള കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. കുറച്ച് കാലമായിട്ട് ഇപ്പം അവിടെ അൾജീരിയക്ക് വേണ്ടി ആൾ കളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അൾജീരിയ ടീമിൽ നമ്മുടെ സിറ്റിയുടെ റയൻ ഐറ്റ്നൗരി ഉണ്ട്, പിന്നെ റിയാദ് മാഹ്റസ് ഉണ്ട്. അപ്പം ചുരുക്കത്തിൽ ഇപ്പം അവരുടെ കോച്ചാണെങ്കിൽ പെറ്റ്കോവിച്ച് മുൻ ലാസിയോൻ്റെ കോച്ചാണ്. ആ സമയത്ത് സ്കലോനി അവിടെ കളിക്കാരനായിട്ടുണ്ട്. ചുരുക്കത്തിൽ സ്കലോനിയുടെ ആശാനാണ് ഇന്ന് അപ്പുറത്ത് ടീമിനെ ഇറക്കുന്നത്. അപ്പോൾ ആശാനും ശിഷ്യനും കൂടിയുള്ള ഒരു പോരാട്ടം കൂടിയാണ്. അൾജീരിയ എങ്ങനെയുള്ളൊരു ഫൈറ്റ് കൊടുക്കുന്നതാണ് സാറ് വിചാരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഡിഫൻസിൽ ഒന്നുകൂടി ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള കളിയാവും. കൗണ്ടർ അറ്റാക്കിൽ കേന്ദ്രീകരിച്ചുള്ള കളിയാവും അൾജീരിയൻ്റെ ഭാഗത്തുണ്ടാവും എന്നുള്ളതാണ്. കാരണം അർജൻറ്റീനയെ പോലെ ടീം എന്താ പറയുക, നമ്മൾ മെസ്സി മുൻനിരയിൽ, അതേപോലെ തന്നെ ലൗതാരോ മാർട്ടിനസ് പോലുള്ള സ്ട്രൈക്കേഴ്സ്, അതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള പരിചയ സമ്പത്തുള്ള മിഡ്ഫീൽഡേഴ്സൊക്കെ ഉള്ള ടീമാണ്. അപ്പം അങ്ങനെ ടീമിനായിട്ട് സ്വാഭാവികമായിട്ട് എന്താ പറയുക, ഒരു പക്ഷേ ഓപ്പണായിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും അത് ഭയങ്കര ഹൈ റിസ്ക് ആണ്. അപ്പോൾ മിക്കവാറും ഒരു പോയിന്റെങ്കിലും നേടിയെടുക്കാനുള്ള ശ്രമമായിരിക്കും അൾജീരിയൻ്റെ ഭാഗത്തുണ്ടാവും എന്നുള്ളതാണ്. ഒക്കെ നോക്കുന്നത് ഇനി തോൽക്കുന്നതിനേക്കാളും ആക്ച്വലി എന്താ പറയുക, ഒരു പോയിന്റെങ്കിലും നേടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നുള്ള രീതിയിലാവും. ജയിക്കാനുള്ള ശ്രമം ഒന്ന് കുറച്ച് ആ ഒരു റിസ്കിലേക്ക് പോകാതെ തോൽക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു പോയിന്റെങ്കിലും നേടുക എന്നുള്ളത് തീർച്ചയായിട്ടും അതിന് തന്നെയാണ് സാധ്യത കൂടുതൽ. പക്ഷേ റിയാദ് മാഹ്റസിനെ പോലെ ഒക്കെയുള്ള താരങ്ങളുണ്ട്. ഇപ്പോൾ ഈ കൗണ്ടർ അറ്റാക്കുകളൊക്കെ വേണമെങ്കിൽ അവർ യൂസ് ചെയ്ത് പണി കൊടുക്കാനുള്ള സാധ്യത നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അതിലിപ്പോൾ ഇബ്രാഹിം മെസയെ പോലെയുള്ള നല്ല യുവതാരങ്ങൾ, നല്ല മികവ് കാണിക്കാൻ കപ്പാസിറ്റി ഉള്ള താരങ്ങൾ വേറെയുണ്ട്. പിന്നെ അതുപോലെ ഹൊസെ മൗറുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത്ര ഈസി അല്ല അർജൻറ്റീനയ്ക്ക്. നല്ലൊരു ഫൈറ്റ് നമുക്ക് അൾജീരിയയുടെ ഭാഗത്തുനിന്നും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് നമ്മൾ അർജൻറ്റീനയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഫ്രാൻസിൻ്റെ കളിയുണ്ട് സെനഗലിനെതിരെ. ഫ്രാൻസ് വേഴ്സസ് സെനഗൽ 2002 ആണ് ഓർമ്മയിൽ വരുന്നത്. ഫ്രാൻസിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്കോഡ് ഡെപ്തിൻ്റെ കാര്യത്തിൽ ട്രോഫി കൊടുക്കാനുണ്ടെന്നെങ്കിൽ ഇപ്പോൾ ഫ്രാൻസിന് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത്രയും ലീഡറായിട്ടുള്ള ഒരു അറ്റാക്കിംഗ് ഫ്രണ്ടാണ് ഫ്രാൻസിനുള്ളത്. പക്ഷെ അതേസമയം 2002 എന്ന് പറയുന്നത് 2002 വരുമ്പോൾ അവർ സ്വന്തം ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആയിരുന്നു. ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത സിദാനെ ആക്ച്വലി എന്താ പറയുക, നമ്മൾ ഇഞ്ചേർഡ് ആയിട്ട് ഫസ്റ്റ് റൗണ്ടിലൊക്കെ ഒരു വിജയം പോലും നേടാൻ പറ്റാതെ പോയതാണ്. അത് വേറെയും ആശങ്കപ്പെടുന്നൊരു സംഭവമുണ്ട് സെനഗലുമായി ബന്ധപ്പെട്ട്. കോമ്പറ്റീവ് അല്ലെങ്കിൽ ടോട്ടൽ 3 മത്സരങ്ങളാണ് സെനഗലും ഫ്രാൻസും തമ്മിൽ കളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലെ ഒന്നാണ് കോമ്പറ്റീവ് മത്സരത്തിൽ 2002 വേൾഡ് കപ്പിലാണ് അത് സെനഗൽ ജയിച്ചത്. അതിന് മുമ്പ് 1956 ആഫ്രിക്കയിൽ എനിക്ക് തോന്നുന്നു സെനഗലിൽ വെച്ചാണ് ഒരു മത്സരം നടന്നു സെനഗലായിട്ട്. അതിൽ 9-2 ഫ്രാൻസ് ജയിച്ചു. രണ്ടാമത് ഒരു സെനഗലും അതേപോലെ ഫ്രാൻസും തമ്മിൽ 1963 7 വർഷത്തിന് ശേഷം അത് 2-0 സെനഗൽ ജയിച്ചു. അപ്പോൾ നമ്മൾ ആ ഹെഡ് ടു ഹെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ 2-1 ഒരു അഡ്വാൻറ്റേജ് സെനഗലിനാണെന്നുള്ളതാണ്. അതാണ്. പിന്നെ മാത്രമല്ല സെനഗൽ ഇപ്പം സൂപ്പർ ടീമാണ് ശരിക്കും. നിക്ലാസ് ജാക്സണും നമ്മുടെ ഈ സാദിയോ മാനയും സാറും
എല്ലാം കൂടി ചേരുമ്പോൾ വേണമെങ്കിൽ ഫ്രാൻസിന് അവർക്ക് പണി കൊടുത്തിട്ട് പോകാവുന്നുള്ളൂ. ടീം എന്നുള്ള ഉപരി എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ പല ടീമുകളുടെയും പെർഫോമൻസ് കാണുന്നത് ഈ കോമ്പറ്റീഷനിലേക്ക് വരുമ്പോഴാണ്, ഈ കോമ്പറ്റീറ്റീവ് തലത്തിലേക്കാണ്. ഒരു വാമപ്പ് മാച്ചുകളിലോ അതേപോലെ ഫ്രണ്ട്ലി മാച്ചുകളിലോ അതിന് മുന്നിലുള്ള അതിലൊന്നും ഇവർ ആക്ച്വലി നമ്മുടെ ഇത്തരത്തിലുള്ള പെർഫോമൻസ് ഉണ്ടാവുന്ന രീതിയിൽ കരുതപ്പെടുന്നില്ല. അപ്പോൾ ആക്ച്വലി നല്ല രീതിയിലുള്ള ഒരു ഹോംവർക്ക് അല്ലെ പ്രിപ്പറേഷനോട് കൂടിയിട്ട് ടീമുകളൊക്കെ വരുന്നത്. ഇവർ ആക്ച്വലി ഈ കളിയിൽ കോമ്പറ്റീഷനിൽ നല്ല രീതിയിൽ ടീമുകൾ ഭയങ്കരമായ രീതിയിൽ വളരെ കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ടീമുകളൊക്കെ കളിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ആഫ്രിക്കൻ ചാമ്പ്യന്മാരാണ് സെനഗൽ അല്ലാന്നും വാദം അപ്പുറത്ത്. കാരണം ആ മാച്ച് ഫോർഫിറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു മാസത്തിന് ശേഷം കപ്പ് മൊറോക്കോക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ കളിക്കളത്തിൽ ജയിച്ചത് എന്തായാലും സെനഗൽ തന്നെയായിരുന്നു ആഫ്കോണിൽ. അപ്പോൾ ആ അർത്ഥത്തിൽ അവരാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരെന്ന് പറയുന്നത്. ഇപ്പോൾ സെനഗലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞല്ലോ, എഡ്വേർഡ് മെൻഡി ഗോൾ കീപ്പറായിട്ടുണ്ടാവും, പിന്നെ നമ്മുടെ ഖാലിദ് കൂലിബലി ഒക്കെ അവരുടെ ഡിഫൻസിൽ നേരത്തെ ഉണ്ടായിരുന്നതാണ്, നമുക്കറിയാവുന്ന കളിക്കാർ. ഇസ്മായിൽ സാർ, നിക്കോളാസ് ജാക്സൺ, സാദിയോ മാനെ, പാപ്പെ മത്താർ സാർ, ഇങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഫ്രാൻസിന് വേണമെങ്കിൽ സെനഗലിൻ്റെ കയ്യിൽ നിന്ന് പണി കിട്ടാം. പക്ഷേ ഫ്രാൻസിൻ്റെ ഡിഫൻസും അതുപോലെ സാറ് പറഞ്ഞ പോലെ വളരെ ലെയ്തലായിട്ടുള്ള അറ്റാക്കിംഗ് നിരയും ഉണ്ട്. പക്ഷെ മിഡ്ഫീൽഡിൽ ഒരു ഇഷ്യൂ ഇല്ലേ ഫ്രാൻസിന് മിഡ്ഫീൽഡിലാണൊരു വിഷയമുള്ളത്. എനിക്ക് തോന്നുന്നു അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു അവർ അതിനെ എന്താ പറയുക കവർ ചെയ്യുന്നത് അവർ ലീതലായിട്ട് ഞാൻ പറഞ്ഞ പോലെ അല്ല, ഒരു ആക്രമണ നിര കൊണ്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ ഒലീസിയും അതേപോലെ തന്നെ ഇംബാപ്പിയും പിന്നെ ഡിസൈഡും ഡംബലി ആയിരിക്കും മിക്കവാറും ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അവർ തന്നെ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തുള്ള വേറൊരു സംഭവം എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ മിക്കവാറും എല്ലാ മത്സരങ്ങളിലും ഗോൾ അടിക്കും, ഒരു ശരാശരി 2 ഗോളെങ്കിലും അടിക്കുന്ന ടീമാണ്. പക്ഷെ അതേസമയം നമ്മൾ ഡിഫൻസീവ് വൾണറബിൾ ഒരു ഗോളെങ്കിലും കൺസീഡ് ചെയ്യുന്നുള്ളതാണ്, ഗോള് കൺസീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രാൻസിന് നല്ല രീതിയിലുള്ള റെക്കോർഡുള്ള കാര്യത്തിലൊക്കെ ക്ലീൻ ഷീറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പോൾ 1998 വേൾഡ് കപ്പിൽ 7 മത്സരങ്ങളിൽ 5 മത്സരങ്ങൾ ക്ലീൻ ഷീറ്റാണ്. 15 ഗോൾ അടിച്ച് 2 ഗോൾ മാത്രമാണ് കൺസീഡ് ചെയ്തത്. അത് രണ്ടാമത്തെ വേൾഡ് കപ്പിൻ്റെ കാര്യത്തിൽ രണ്ടാമത്താണ്. ഇറ്റലി കഴിഞ്ഞാണ്. ഇറ്റലി 2006 വേൾഡ് കപ്പിലാണ് ആക്ച്വലി എന്താ പറയുക ഏറ്റവും നല്ലൊരു പെർഫോമൻസ്. 2 ഗോൾ കൺസീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 ഓൺ ഗോളും 1 പെനാൽറ്റി വരും അതിൽ കൂടി. പക്ഷെ ഗോൾ അടിക്കുന്ന കാര്യത്തിൽ, ഗോൾ അടിച്ചത് വഴങ്ങിയ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രാൻസാണ് ആ കാര്യത്തിൽ മുന്നിലുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ടീമാണ്. പക്ഷേ ഇപ്പോൾ ഗോൾ അടിക്കുന്നുണ്ട്, പക്ഷെ അതേപോലെ കൺസീഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു വൾണറബിലിറ്റി ആക്ച്വലി എന്ന് പറയുന്നത് ഡിഫൻസിൽ സംഭവം വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് സാദിയോ മാനയും ഇസ്മായിൽ സാറൊക്കെ ചേർന്ന് മുതലെടുക്കുമോ, നിക്കോളാസ് ജാക്സണൊക്കെ ചേർന്ന് മുതലെടുക്കുമോ എന്നുള്ളതാണ് ഇന്ന് കാണേണ്ടത്. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അതിന് മുമ്പ് 2 കളികളുടെ ഒരു പ്രൊഡിക്ഷനിലേക്ക് നമുക്കൊന്ന് പോകേണ്ടതുണ്ടല്ലോ. അർജൻറ്റീന വേഴ്സസ് അൾജീരിയ, ആര് ജയിക്കും? സ്കോർ ലൈൻ എന്താവും? അർജൻറ്റീന ഒരു 1-2 ഗോളിന് വിജയിക്കേണ്ടതാണ് എന്ന് തോന്നുന്നു. 1-2 ഗോള്, അതിനപ്പുറം പോകില്ല. 2-0 മാക്സിമം. അപ്പം സെനഗൽ വേഴ്സസ് ഫ്രാൻസോ? അതൊരു ടൈറ്റ്, ഒരു 3-1. 3-1 ആര് ജയിക്കും? ഫ്രാൻസ് ജയിക്കും, സെനഗൽ തോൽക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ പ്രഡിക്ഷൻ. അർജൻറ്റീന അൾജീരിയക്കെതിരെ 2-0 ജയിക്കും. ഫ്രാൻസ് സെനഗൽ മത്സരം 3-1 ഫ്രാൻസ് ജയിക്കും. അപ്പോൾ നാളെ ഇതിൻ്റെ റിസൾട്ടിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. തൽക്കാലത്തേക്ക് ഞങ്ങൾ നിർത്തുകയാണ്. ഓക്കെ, അടുത്ത എപ്പിസോഡുമായിട്ട് നാളെ.